സലീം മാലിക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തുനിന്ന് മുങ്ങിയിട്ട് പാചകപ്പുര കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാചകപ്പുരയിൽ നമ്മുടെ പഴയടം ഉണ്ടല്ലോ, അപ്പോൾ പഴയടം വിവാദമൊന്നും ഇല്ലാതെ അദ്ദേഹം അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പാചകപ്പുരയിൽ ഇഷ്ടം കയറിയിട്ടുണ്ട്. സലീം മാലിക്കേ, എൻ്റെ സലീം മാലിക്കേ, താൻ എവിടെ പോയി നിൽക്കുന്നു? പറയൂ സലീം മാലിക്. നമ്മുടെ പഴയടം തിരുമേനി അവിടെ ഉണ്ടോ? ഊട്ടുപുരയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതി വന്നതാണ്. ഉണ്ട്. പഴയയുടെ ഇവിടെ വലിയ തിരക്കിലാണ്, ഇതിൻ്റെ അകത്ത് വലിയ തിരക്കിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഊട്ടുപുരയിലാണ്. ഇവിടുത്തെ സംഘാടകർ രാവിലെ ഇടിയപ്പവും നല്ല വെജ് കറിയൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. അല്പസമയത്തിനകം അവർ ഫുൾ സ്വിങ് ആയി അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഈ ഊട്ടുപുരയ്ക്ക് ഓരോന്നിനും ഓരോ സ്ഥലത്തിനും ഇട്ടിരിക്കുന്ന പേരും ശ്രദ്ധേയമാണ്. കാരണം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അങ്ങനത്തെ സ്പോട്ടുകളുടെ പേരാണ് ഓരോ കൗണ്ടറിനും ഇട്ടിരിക്കുന്നത്. അച്ചൻകോവിൽ, അഴീക്കൽ, അഷ്ടമുടി, കുണ്ടറ, ജഡായുപ്പാറ, തങ്കശ്ശേരി, അങ്ങനെ തെന്മലയും പാലരുവി, നീണ്ടകരയും, പരവൂരും, മൺട്രോത്തുരുത്തും, ശാസ്താംകോട്ടയും, ശെന്തുരുണി, അങ്ങനെ ഓരോ കൗണ്ടറുകൾ, വ്യത്യസ്തമായ കൗണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ രുചി വൈവിധ്യങ്ങളുടെ ഒരു മേളം തന്നെ ഈ കലോത്സവത്തിന് എത്തുന്നവരെ കാത്ത് കൊല്ലത്ത് ഉണ്ട് എന്നുള്ളതാണ്. 16 വർഷത്തെ പാരമ്പര്യവുമായി പഴയിടം മോഹനൻ നമ്പൂതിരിയും ഉണ്ട്. ഈ കലവറയുടെ അകത്ത് അദ്ദേഹം വലിയ തിരക്കിലാണ്. നമുക്ക് ഈ കലവറയ്ക്കുള്ളിലേക്ക് കയറിയാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഇത് നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും. ഇടിയപ്പമൊക്കെ ഇങ്ങനെ ചുട്ടടുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കഴിക്കാനായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒപ്പം നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം എനിക്കും അത് കഴിക്കാൻ. അങ്ങനെ അത്രയും ഒരു വലിയ നിലയിലാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പഴയടം മോഹനൻ നമ്പൂതിരി വലിയ തിരക്കിലാണ്. നമുക്ക് അധികം അദ്ദേഹത്തോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. നമ്പൂതിരി വലിയ തിരക്കിലാണെന്നറിയാം. എങ്കിലും ഏതുവരെയായ ഒരുക്കങ്ങൾ? ഇടിയപ്പം വെജിറ്റബിൾ സ്റ്റൂ ആണ്, അതെല്ലാം ഓക്കെ ആയി. പിന്നെ ബാക്കി പായസങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ കറികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാമ്പാർ, ഈ അവിയലെല്ലാം അത് തീർന്ന് 10 മണിക്കുമ്പോൾ എല്ലാം ഫിനിഷ് ചെയ്യും. 10 മണിക്കുമ്പോൾ എല്ലാം. അപ്പോൾ അങ്ങനെയാണ്. അദ്ദേഹത്തെ നമുക്ക് അധിക നേരം ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. കാര്യം വലിയ തിരക്കിലാണ് ഇവിടെ ഉള്ളത്. 10 മണിക്കുള്ളിൽ തന്നെ ഉച്ചഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കും. ഒരു 12 മണി സമയത്തോടുകൂടി അതും കൊടുക്കാൻ കഴിയുന്ന നിലയിലാണ്. ഒരേ സമയം 2200 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഊട്ടുപുരയുമാണ് തയ്യാറായിരിക്കുന്നത്. ആ നിലയിൽ എല്ലാം ഇവിടെ അടിപൊളിയായി മുൻപോട്ട് പോവുകയാണ്. താങ്ക് യു സലീം മാലിക്.